ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ആക്ച്വലി നിറയെ പേർ റിക്വസ്റ്റ് ചെയ്ത നിറയെ പേർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. കരിമംഗല്യം എങ്ങനെ മാറ്റാം എന്നുള്ളത്, അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എങ്ങനെ മാറ്റാം. നിരവധി ട്രീറ്റ്മെൻറ്റുകൾ അതിന് ലഭ്യമാണ്. നമുക്കിവിടെ ഒരു ക്രീം ഉണ്ടാക്കാം കരിമംഗല്യം മാറ്റാനായിട്ട്. അതിനു മുന്നേ എന്താണ് കരിമംഗല്യം എന്ന് നിങ്ങളൊക്കെ ഒരുപാട് ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാനൊന്ന് പറയാം. നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗത്താണ് നമുക്ക് ഈ ബ്ലാക്ക് മാർക്ക് നമുക്ക് വരുന്നത്. സോ അതിൻ്റെ കരിമംഗല്യം വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പോഷർ ടു സൺ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ വെയിൽ കൊണ്ടത് മാത്രമായിരിക്കത്തില്ല, മുന്നേ വെയിൽ കൊണ്ടതും കൂടെ നമുക്ക് ഇപ്പോൾ വന്നിട്ട് കരിമംഗല്യമായിട്ട് മാറി ആ സ്ഥലത്ത് നമ്മുടെ ശരീരത്തിൽ ഈ മെലാനിൻ നമുക്ക് ഒരേ അളവിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഒരേ കളറിലിരിക്കുന്നത്. നമുക്കൊരു മെനോപോസ് പീരീഡ് ഒക്കെ ആകുമ്പോഴേക്കും 45 above 45 മേ ബി ആഫ്റ്റർ 30 ഒക്കെയാണ് നിറയെ പേർക്കും ഇത് കണ്ടിട്ടുള്ളത്. സോ അപ്പോൾ നമ്മുടെ ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടും ഒക്കെയാണ് നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഈ കരിമംഗല്യം വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഉറപ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സൺ എക്സ്പോഷർ തന്നെയാണ്. ഓക്കെ, സൺ അതായത് നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിലോട്ട് ഡയറക്റ്റായിട്ട് അടിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ, സൺസ്ക്രീനോ ഒന്നും തന്നെ നമ്മളിടാതെ, അല്ലെങ്കിൽ നമ്മൾ സ്കാർഫ് കൊണ്ട് മുഖം മറയ്ക്കാതെ, നമ്മൾ കുടയൊന്നും പിടിക്കാതെ ഡയറക്റ്റ് എക്സ്പോഷർ ടു സൺ വരുമ്പോഴാണ് നമുക്ക് കുറേശ്ശെ കുത്തുകളും മാർക്കുകളുമായിട്ടാണ് ഈ കരിമംഗല്യം നമുക്ക് ആരംഭിക്കുക. നമ്മളപ്പോൾ ശരിക്കും ഫേസിനെ അനലൈസ് ചെയ്യാതെ നമ്മൾ അങ്ങ് വിടും. ചെറിയ മാർക്കുകളായിട്ടാണ് കരിമംഗല്യം നമുക്ക് തുടങ്ങുന്നത്. സോ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ കോസ് കണ്ടുപിടിച്ച് നമുക്കിതുണ്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രശ്നം വരത്തില്ല. സോ ഫസ്റ്റ് നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മൾ നമ്മുടെ ഫേസിനെ ഒരു കണ്ണാടി എടുത്തു വെച്ച് നോക്കിക്കൊണ്ടേയല്ല, അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റുക. സൺ എക്സ്പോഷറാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ രണ്ടാമതായിട്ടുള്ള കാരണം എന്താണെന്നറിയുമോ? ഓവറായിട്ടുള്ള കെമിക്കൽ നമ്മുടെ ഫേസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് മാത്രമേ ഇതുപോലുള്ള ക്രീമുകൾ തരികയുള്ളൂ. സോ കുറച്ച് നാൾ കഴിയെ നമ്മുടെ സ്കിന്ന് കുറേശ്ശെ നാശമായിട്ട് കെമിക്കൽ നമ്മുടെ സ്കിന്നിലോട്ടുള്ള യൂസ് കൂടുന്തോറും നമ്മുടെ സ്കിൻ കുറേശ്ശെ ഡാമേജ് ആയിട്ട് നമ്മുടെ ബേബി സ്കിൻ പുറത്ത് വരികയും വീണ്ടും നമ്മൾ അതിൻ്റെ പുറത്ത് ഇതുപോലെ ഇടുകയും പിന്നെ നമ്മൾ സണ്ണിലോട്ട് എക്സ്പോഷ് ആകുകയും എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലേക്ക് ഈ കറുത്ത മാർക്ക്, ചിലർക്ക് മൂക്കിൻ്റെ പുറത്ത്, ഫേസിൻ്റെ ഇവിടെയൊക്കെ വരുമല്ലേ. സോ അതൊക്കെ നമുക്ക് വരുന്നത് നമ്മളുടെ അശ്രദ്ധ കൊണ്ടുമാണ്, പിന്നെ ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടുമാണ് കേട്ടോ. നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മെനോപോസ് പീരീഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഹോർമോണിൻ്റെ ഇൻബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൂടുതലായിരിക്കും. നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ്റെ അളവ് കുറയും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും അത് ഏറ്റവും കൂടുതൽ നല്ലത്. ആ സൈഡ് ഡോക്ടർ തന്നെ പറയട്ടെ. ഇവിടെ നമുക്ക് സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അതിൽ നിന്നുണ്ടാക്കുന്ന അതിന് വേണ്ടിയുള്ള ഒരു ക്രീമാണ്. ആ ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഏറ്റവും ഇതിന് വേണ്ടത് നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ക്ലീൻ സ്കിന്നിന് മാത്രമേ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെയും നമുക്ക് ഫേസ് നന്നായിട്ടിരിക്കും. എന്ത് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സ്കിന്നിലോട്ട് എടുക്കുമ്പോഴും നമ്മുടെ സ്കിന്ന് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്തിട്ട് പ്രയോജനമില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും സ്കിന്ന് ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്ത ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ. സോ ഞാൻ നിറയെ പേര് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഫേസ് ക്രീം ഉണ്ടോ, ഫേസ് വാഷ് ഉണ്ടോ. നമ്മളൊരു ഫേസ് വാഷ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഒരു 2-3 വീക്സ് ബിഫോർ ഞാനും അമ്മയും കൂടെ മന്ത്ലി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുക ബ്യൂട്ടി പ്രോഡക്റ്റ്. എന്ത് തന്നെയായാലും നമ്മൾ വീട്ടിൽ നമുക്ക് എല്ലാവരും വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. സോ നമ്മൾ മന്ത്ലി പർച്ചേസ് ചെയ്യണം. നമ്മൾ ഈയിടെ ഇവിടെ ഒരു മോളിൽ പോയപ്പോൾ, വലിയ മോളാണ്. സോ മോളിൽ പോയപ്പോൾ അവിടെ ഒരു ബ്യൂട്ടി സ്റ്റോറിൽ നിന്ന് അമ്മ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, ഞാനും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അമ്മ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഞാൻ അങ്ങനെ കെയർ ചെയ്യാറില്ല, ബിക്കോസ് ഷീ വിൽ ബൈ സോ മെനി തിങ്സ്. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരി ഒരു ഫേസ് വാഷും ഒരു സിറമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഷീ ഈസ് ഒബ്സസ്ഡ് വിത്ത് കളേഴ്സ്. സോ അങ്ങനെ വാങ്ങിച്ചതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഞാനത് വിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ക്രീമൊക്കെ കാലിയായപ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളിക്കാരുടെ ക്രീം ഉപയോഗിക്കുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ടൊരു ട്രാവലും കൂടെ ആയിരുന്നു. കാരണം ഐ യൂസ്ഡ് വാഷ് ഷീ പർച്ചേസ്ഡ് ഫ്രം ദ മോൾ. ഓക്കെ, സോ ഇറ്റ്സ് ബയോക്യൂൾ. ഞാനതിൻ്റെ ഫേസ് വാഷാണ് ആദ്യം ഉപയോഗിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം രാവിലെ നമ്മളത് യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോഴത്തേ അതിൻ്റെ ഒരു സ്മെല്ല്, അതിൻ്റെ ഒരു ഫോമി സ്ട്രക്ചർ ആൻഡ് അത് നമ്മുടെ ഫേസിൽ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു, ഒരു ഫേസ് വാഷിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത്രയ്ക്ക് നല്ല ഒരു ഫേസ് വാഷാണത്. അതിൻ്റെ പേര് ബയോക്യൂൾ എന്നാണ്.
ബയോക്യൂൾ റേഡിയൻ ഫേസ് വാഷ് ആൻഡ് സിറം. ഇത് നമ്മുടെ ഫേസിന് ഒരു റേഡിയൻ ഗ്ലോ തരുന്ന ഫേസ് വാഷ് ആണ്. ടോക്സിൻ ഫ്രീ ആണ്. ഇൻഗ്രീഡിയൻസ് വിറ്റമിൻ സി, ആബുട്ടിൻ, AHA ആണ് ഫേസ് വാഷിലുള്ളത്. സോഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ കക്കഡു പ്ലമ്മിൽ നിന്നും ബാർബറിയിൽ നിന്നും ഷുഗർ കെയിനിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ഒരു നാച്ചുറൽ ഗ്ലോ തരികയും നമ്മളുടെ മെലാനിൻ പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യുകയും നമ്മളെ ഡാർക്ക് സ്പോട്ടിനെയും ഹൈപ്പർ പിഗ്മെന്റേഷനെയും ഒക്കെ കുറയ്ക്കുകയും റേഡിയൻ ഗ്ലോ തരുന്ന ഒരു ഫേസ് വാഷ് ആണിത്. നമ്മുടെ സ്കിൻ സെൽ ടേൺ ഓവറിനെ ഇംപ്രൂവ് ചെയ്യുകയും നമ്മളുടെ നാച്ചുറൽ ഗ്ലോവിനെ വെളിയിൽ കൊണ്ടുവന്ന് നമുക്കൊരു നാച്ചുറൽ ഗ്ലോ തരുകയും സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. See, my skin look dewy, glowy and hydrated. I'm so happy with the product. You can try this. I recommend it. അതുപോലെ തന്നെ ബയോക്യൂളിന്റെ എവർഗ്ലോ റേഡിയൻ സിറം. അതിലുള്ള ഇൻഗ്രീഡിയൻസ് വിറ്റാമിൻ സിയും ഫ്രൂട്ട് AHAs ഹൈലറോണിക് ആസിഡുമാണ്. ഇതും കക്കഡു പ്ലമ്മിൽ നിന്നും ഷുഗർ കെയിനിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് നോൺ സ്റ്റിക്കി ആണ്, വാട്ടറി ജെല്ലാണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഒരു നാച്ചുറൽ ഗ്ലോ തന്ന് നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രെപ്പ് ചെയ്ത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ വളരെ ജെന്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ. നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ഈവൻ സ്കിൻ ടോൺ തരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലേക്ക് ആന്റി ഓക്സിഡന്റിനെ ഡെലിവറി ചെയ്യുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറമാണ്. ഞാനിത് 2-3 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ് ഈ പ്രോഡക്റ്റിൽ. നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ. മറക്കണ്ട, ബയോക്യൂളിന്റെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫേസ് വാഷും സിറവും ആക്ച്വലി ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിലോട്ട് ഒരു റേഡിയൻ ഗ്ലോ തരാനും നാച്ചുറൽ ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, അമ്മ ഉപയോഗിച്ചിട്ടും വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. സോ ഏത് ഏജിലുള്ളവർക്കും ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോക്സിൻ ഒന്നുമില്ലാത്ത ഒരു സേഫ് ആയിട്ടുള്ള ഒരു സിറമും ഒരു ഫേസ് വാഷുമാണ്. വളരെ നല്ല സ്മെല്ലാണ്. എനിക്ക് തോന്നിയത് ഒരു ലെമൺ ഗ്രാസിന്റെ ഒക്കെ സ്മെല്ലാണ് തോന്നിയത്. ഐ എം സോ ഹാപ്പി വിത്ത് ദ പ്രോഡക്റ്റ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് രാവിലെയും വൈകുന്നേരവും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. AM ആൻഡ് PM റൊട്ടീനിൽ ഉൾപ്പെടുത്താം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷനുള്ള ഒരു ക്രീമാണ്. ഓക്കെ, അതിലേക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് സാഫ്രോൺ ആണ്. സാഫ്രോൺ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൽ നിന്ന് കുറച്ച് സാഫ്രോൺ മതിയാകും, ഒരുപാടൊന്നും വേണ്ട. ഒരു 5-6 സാഫ്രോൺ എടുത്തിട്ട് റോസ് വാട്ടറിൽ ഒരു 45 മിനിറ്റ്സ് സോക്ക് ചെയ്യാം, അതായത് കുതിർക്കാൻ വെക്കണം. ഇത് ഞാൻ സാഫ്രോൺ റോസ് വാട്ടറിൽ കുതിർക്കാൻ വെച്ചതാണ്. റോസ് വാട്ടറിൽ തന്നെ കുതിർക്കാൻ വെക്കണം, 45 മിനിറ്റ്സ് വെക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബദാമാണ്. ബദാമും അതുപോലെ തന്നെ ഒരു 1 hour to 3 hour വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇതിൻ്റെ തോല് റിമൂവ് ചെയ്തെടുക്കാം. ഇത് കുതിർന്ന് കഴിയുമ്പോൾ തോല് പെട്ടെന്ന് ഇങ്ങി പോരും. ഇതുപോലെ തന്നെ എല്ലാ ബദാമിൻ്റെയും തോല് കളഞ്ഞെടുക്കണം. ഞാൻ ബദാം തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഗ്ലിസറിനാണ്, വെജിറ്റബിൾ ഗ്ലിസറിനാണ്. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഈ ബദാം ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ഇതിൻ്റെ മിൽക്ക് എടുക്കണം. ഇത് ഞാൻ മിക്സിയുടെ ഒരു ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം. നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ബദാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാലും പോരെ, നല്ല ഫൈനായിട്ടുള്ള മിൽക്ക് നമുക്ക് കിട്ടണം. അതിന് നമുക്കിതൊരു തുണിയിലിട്ട് അരിച്ചെടുക്കാം. ഫിൽറ്ററിലിട്ട് അരിച്ചെടുത്താലും ചായയുടെ അരിപ്പയിലിട്ട് അരിച്ചെടുത്താലും കുറച്ച് തരിയൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്കൊരു നല്ല തുണിയിലിട്ട് അരിച്ച് ആ പാല് മാത്രം എടുക്കുക. ഇത് കരിമംഗല്യത്തിനുള്ള ഒരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്.
നമുക്ക് ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല കോൺസെൻട്രേറ്റഡ് മിൽക്കാണ്. ബദാമും റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ, വെജിറ്റബിൾ ഗ്ലിസറിനും കൂടെ ചേർത്ത് അരച്ചിട്ട് നമ്മളൊരു തുണിക്കകത്ത് പിഴിഞ്ഞെടുത്താണ്. തുണി പിഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സോ നിങ്ങൾ നല്ല ഒരു ഫൈൻ ക്ലോത്തിൽ പിഴിഞ്ഞ് വേണം ഈ പാലെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ അലോവേറ ജെൽ ചേർക്കാം. ഇത് രണ്ടാമത്തെ സ്പൂണാണ്. സോ ഇതിലേക്ക് അലോവേറ ജെൽ ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് 2 സ്പൂൺ അലോവേറ ജെൽ ചേർത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. വിസ്ക് ചെയ്ത് നല്ല ഫോം മാതിരി ആക്കണം. നല്ലൊരു ബ്രഷോ നിങ്ങളുടെ കയ്യിൽ ചെറിയ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചുകൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ഒരു 5 to 7 മിനിറ്റ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാൻഡൽവുഡ് പൗഡർ ഇടാം. നമ്മൾ പണ്ടൊരു വീഡിയോയിൽ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയിരുന്നു. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ക്യാരറ്റ് ഓയിൽ ഒഴിക്കാം. 5 ഡ്രോപ്സ് മതിയാവും. നമുക്കിതിലേക്ക് കുറച്ച് റോസ് ഹിപ്പ് ഓയിൽ ഒഴിക്കാം. ഒരു 7 to 8 ഡ്രോപ്സ്. കുറച്ച് വിറ്റാമിൻ ഇ ഓയിൽ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ റോസ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സാഫ്രോൺ ഇതിനകത്തോട്ട് ഒഴിക്കാം. നമുക്ക് ഈ സാഫ്രോൺ വേസ്റ്റ് ചെയ്യാതെ ഇതും കൂടെ ഇതിനകത്തോട്ട് ഇടാം. നല്ല വിലയാണ്, എന്നാലും നമ്മുടെ കരിമംഗല്യം മാറാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ക്രീമാക്കി എടുക്കാം. സോ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണ്ട. അല്ല വെളിയിൽ ഷെൽഫ് ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 50 ഗ്രാം ജിയോ ഗാർഡ് ഇടണം. ഞാനിപ്പോൾ ഇടുവാണ്, കാണിച്ചു തരാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിയോ ഗാർഡ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ്സ് കുറച്ച് ഒഴിക്കാം. വേണമെങ്കിൽ മാത്രം. നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെൽഫ് ലൈഫ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ചേർക്കുക. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾക്ക് ഒരു 3 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഒഴിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ടീ ട്രീ ഓയിലൊക്കെ ശരിക്കും നമ്മളുടെ ഈ ക്രീം ചീത്തയാകാതിരിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾക്കിതൊരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലോട്ട് ആക്കി വെക്കാം. ആ സാഫ്രോണൊക്കെ അവിടെ ഇരുന്നോട്ടെ, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല.
സോ നമ്മുടെ കരിമംഗല്യത്തിനുള്ള ക്രീം റെഡിയാണ്. ഇതുപോലെ ഡെയിലി ഇത് തേക്കണം കേട്ടോ. ഡെയിലി നിങ്ങൾ രാവിലെയും വൈകിട്ടും ഇത് അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. കരിമംഗല്യം ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മുഖത്ത് ചെറിയ 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 പായ്ക്കുകളായി നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളായിട്ടാണ് കരിമംഗല്യം വരിക. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, മുഖം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, ക്ലീൻ ഫേസിൽ മാത്രം ഇടുക. ഇത് ഡെയിലി അപ്ലൈ ചെയ്യണം. നമ്മളിന്നുണ്ടാക്കിയ ക്രീം ഞാൻ ഫേസിലിട്ട് കാണിക്കാം. എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇല്ല, ബട്ട് ഇത് നല്ലൊരു ഗ്ലോ ഫേസിന് തരും. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിത്തരും. നിങ്ങൾക്കിത് ക്രീം ആയാലും കൈകൊണ്ട് തന്നെ ഇടാം. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയ ബ്രഷിലൊക്കെ ഉള്ളത് വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ബ്രഷ് കൊണ്ടിടുന്നത്. ബിക്കോസ് അത്രയ്ക്ക് കോസ്റ്റ്ലിയാണ്. നമ്മൾ സാഫ്രോണൊക്കെ തേച്ചിട്ടുണ്ട്, സാഫ്രോണൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിങ്ങനെ തേച്ച് ഫേസിൽ നന്നായിട്ട് പിടിപ്പിക്കുക. കരിമംഗല്യം ഉള്ളിടത്ത് മാത്രമല്ല, നിങ്ങൾ ഫേസിൽ ഫുള്ളിട്ടോളൂ. ഞാൻ ബ്രഷ് കൊണ്ട് മുന്നേയിട്ട് ബ്രഷിലുള്ളത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ക്രീമിൽ നിന്നും സാധാരണ മോയ്സ്ചറൈസറൊക്കെ ഇടുന്ന പോലെ തന്നെ എടുത്ത് രാവിലെയും വൈകിട്ടും ഇടുക. നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസിൽ മാത്രമേ ഇടാവുള്ളൂ, അതൊരിക്കലും മറക്കരുത്. സാഫ്രോണും സാൻഡൽവുഡും കൂടെ കലർന്ന ഒരു സ്മെല്ലാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു കരിമംഗലത്തിനുള്ള ക്രീമാണ്. ഡെയിലി ഇട്ട് നോക്കുക. പുതിയ കരിമംഗലത്തിനുള്ള റെമഡിയുമായിട്ട്, അല്ലെ വേറെ സ്കിൻ കെയർ പാക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സീ യു.